പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ് പെർഫെക്റ്റ് എന്ന തെലുങ്ക് വെബ് സീരീസിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 പുതുതായി ഹോട്ട്സ്റ്റാറിലൂടെ റിലീസായ ഫീൽ ഗുഡ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്ക് സീരീസാണ് മിസ് പെർഫെക്റ്റ്. വിശ്വാസ് സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ ലാവണ്യ ത്രിപതി, അഭിജിത്ത്, ജാൻസി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 8 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യവും വൃത്തിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടുമൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുള്ളതും ക്ലീനിങ് ഒരു ഹോബി ആയിട്ടുമൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നായിക. അവൾ പുതിയ ഒരു ജോലിയുടെ ഭാഗമായി ഹൈദരാബാദിലേക്ക് എത്തുകയും അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കാനായി ആരംഭിക്കുകയുമാണ്. ആ സമയം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അതോടെ സ്ഥിരമായി അവളുടെ ഫ്ലാറ്റിലേക്ക് ജോലിക്കായി വന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി കുറച്ച് ദിവസത്തേക്ക് അവിടേക്ക് വരാൻ സാധിക്കില്ല എന്നും ഈ വിവരം അതേ ഫ്ലാറ്റിലുള്ള മറ്റൊരു ചെറുപ്പക്കാരനെ കൂടി അറിയിക്കണം എന്നും അവളോട് ഫോണിലൂടെ പറയുകയാണ്. ജോലിക്കാരി പറഞ്ഞ വിവരം അറിയിക്കാനായി ആ ചെറുപ്പക്കാരൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്ന നായികയെ പുതുതായി വന്ന ജോലിക്കാരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചെറുപ്പക്കാരൻ ചില സാഹചര്യങ്ങളാൽ അവൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ സാധിക്കാതെ അവൾ എല്ലാ ദിവസവും സ്ഥിരമായി ഒരു ജോലിക്കാരി എന്ന നിലയിൽ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാനായി ആരംഭിക്കുന്നതും അതിനെ തുടർന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. മിസ് പെർഫെക്റ്റ് എന്ന സീരീസ് ഇപ്പോൾ തെലുങ്കിനോടൊപ്പം മലയാളം ഡബ്ബിങ്ങിൽ ഉൾപ്പെടെ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. മലയാളം ഡബ്ബിംഗ് ഒക്കെ ലിപ്സിംഗോടെ അത്യാവശ്യം മികച്ചതായി തന്നെ ചെയ്തിട്ടുണ്ട്. 8 എപ്പിസോഡുകളായി റിലീസായിരിക്കുന്ന സീരീസിൻ്റെ എപ്പിസോഡുകളുടെ ഏവറേജ് ദൈർഘ്യം വരുന്നത് 20 to 25 മിനിറ്റുകൾക്കുള്ളിൽ മാത്രമാണ്. മുഴുവനായും 3 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാവുന്ന ഒരു സീരീസാണിത്. സീരീസിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ചതായി തന്നെ പെർഫോം ചെയ്തിരിക്കുന്നു. സീരീസിൻ്റെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ ഡീസൻ്റായി തന്നെ അനുഭവപ്പെട്ടു. സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനോടെയാണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. ഒരു ഫ്ലാറ്റിനെ ചുറ്റിപ്പറ്റി ചുരുങ്ങിയ കഥാപാത്രങ്ങളിലൂടെ പ്രണയവും വ്യത്യസ്ത ഇമോഷൻസുമൊക്കെയായി ഫൺ മൂഡിൽ ഒരു ഫീൽ ഗുഡ് ഡ്രാമ എന്ന രീതിയിലാണ് സീരീസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ കഥാപാത്രത്തെയൊക്കെ ലാവണ്യ രസകരമായി തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റോളം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ എപ്പിസോഡുകളായി ബോറടിപ്പിക്കാത്ത വിധം അത്യാവശ്യം എൻഗേജിംഗ് ആയും രസകരമായും തന്നെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങും ഒക്കെ നൽകി തന്നെയാണ് സീരീസ് അവസാനിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു സീരീസ് ആണെന്നൊന്നും അവകാശപ്പെടാനായി സാധിക്കില്ലെങ്കിലും ഷോർട്ട് ആൻഡ് സ്വീറ്റായി പോകുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് ഡ്രാമ വെബ് സീരീസാണ് മിസ് പെർഫെക്റ്റ് എന്ന് പറയാം. പിന്നെ സീരീസിൻ്റെ ചില എപ്പിസോഡുകളിലായി സോങ്ങുകളും ചില ഡ്രാമാറ്റിക് സംഭവങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെവിടെയായി ചെറിയ ഒരു സ്ലോനെസ് ഒക്കെ ഫീൽ ചെയ്തു. അത്തരത്തിലുള്ള ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഫീൽ ഗുഡ് ഡ്രാമ സീരീസുകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു നൈസ് വൺ ടൈം വാച്ചബിൾ തെലുങ്ക് സീരീസാണ് മിസ് പെർഫെക്റ്റ്. ഒരു സിനിമയുടെ ദൈർഘ്യം മാത്രമുള്ള ചെറിയ ഒരു സീരീസ് എന്ന രീതിയിൽ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.